കരമന അഖിൽ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. മുഖ്യപ്രതികളിൽ ഒരാളായ സുമേഷാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം പിടിയിലായതായി പോലീസ് അറിയിച്ചു. സുനിഷ യെല്ലൂരാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സുനിഷ, ഈ സുമേഷ് കൂടി പിടിയിലായതോടെ ഈ കേസിൽ ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ള എല്ലാവരും പിടിയിലായിട്ടുണ്ടോ? മറ്റാരെങ്കിലും ഇനി പിടികൂടാനുണ്ടോ? ബിനിൽ, നിലവിൽ ഏതായാലും അഖിലിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഘത്തിലെ എല്ലാവരും പിടിയിലായിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ പറഞ്ഞതുപോലെ കൊലയ്ക്ക് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഈ 3 അംഗ സംഘം, അതിലെ 3 പേരും കൊലയാളികളായ 3 പേരും ഏതായാലും പോലീസിന്റെ പിടിയിലുണ്ട്. ഒപ്പം തന്നെ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന ഈ 4 പേരും പോലീസിന്റെ പിടിയിലാണ്. നിലവിൽ ഇപ്പോൾ 7 പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിലെ 2ാം പ്രതിയായിട്ടുള്ള സുമേഷിനെ പിടികൂടിയത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ 3 പേരും ഇതോടുകൂടി പിടിയിലാകുന്നു. തിരുവനന്തപുരം കരിക്കകത്ത് നിന്നായിരുന്നു ഈ പ്രതിയെ പിടികൂടുന്നത്. രാവിലെയാണ് ഈ അഖിൽ എന്ന അപ്പുവിനെ ഈ തമിഴ്നാട് നിന്നും ഈ വിനീത് രാജിനെ ചെങ്കൽച്ചൂളയിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. ഇന്നലെ ഈ ഡ്രൈവറായ അനീഷിനെ പോലീസ് പിടികൂടിയിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ കിരൺ കൃഷ്ണയെയും കിരണിനെയും ഹരിലാലിനെയും അടക്കം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ 4 പേർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. കാരണം ഈ വണ്ടി എത്തിച്ചത്, ഒപ്പം അഖിലിനെ തമിഴ്നാട്ടിലേക്ക് കടത്തിയത്, ബാറിലുണ്ടായ തർക്കം, പിന്നാലെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി കാണുന്ന ഈ 3 പേർ, അതാണ് അഖിൽ അപ്പു എന്നതും വിനീത് രാജും, ഒപ്പം ഈ ഇപ്പോൾ അല്പസമയം മുമ്പ് പിടിച്ച ഈ സുമേഷും എന്നിവർ. ഏതായാലും പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ബാറിലെ തർക്കത്തിൽ ഈ 7 അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അനന്തുവിന്റെ നേരത്തെ 2019 അനന്തു കൊലക്കേസിലെ പ്രതികൾ കൂടിയാണ് ഇവർ. ഏതായാലും ഈ ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ സമയത്ത് ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മുഴുവൻ പ്രതികളും ഇതിൽ പിടിയിലായിട്ടുണ്ട് എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുമുണ്ട് വിനിൽ.